Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പേഴ്സൺ പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പേഴ്സൺ ബ്രേക്കപ്പ് ചെയ്തു പോയി. പക്ഷെ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ അട്രാക്ട് ചെയ്യണം, ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ പറയാം. മാത്രമല്ല ഈ 3 കാര്യങ്ങൾ ആ വ്യക്തിയെ ചേസ് ചെയ്യാതെ തന്നെ ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ പോസിറ്റീവായ ഒരു രീതിയിൽ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി, ആ റിലേഷൻഷിപ്പിന്റെ വാല്യൂ മനസ്സിലാക്കി ഒരു ഹെൽത്തി വേയിൽ ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാം. അതിനൊന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അവരുമായിട്ടുള്ള കോണ്ടാക്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുക. ഇത് പറയുന്നതിന്റെ ഒരു റീസൺ എന്തുകൊണ്ടാണെന്നുള്ളത് കൂടി പറയാം. പലപ്പോഴും ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടു പോകും എന്നുള്ളൊരു സിറ്റുവേഷൻ മുന്നിൽ കാണുന്ന സമയത്ത് ആ വ്യക്തി നിരന്തരം നമ്മൾ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവരോട് സംസാരിക്കണം എന്നുള്ളതായിരിക്കും അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. പക്ഷേ നിങ്ങൾ സംസാരിക്കുന്നത് പലപ്പോഴും എന്തായിരിക്കും, ആ റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് ബ്രേക്കപ്പ് ആയി, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചും മറിച്ചും നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടേയിരിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എനർജി തന്നെയാണ് എപ്പോഴും ഏത് രീതിയിലും അവരെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഹെൽത്തി ആയി ഈ പറഞ്ഞ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ ഇനി ഒന്നുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഒരു പോസിറ്റീവായ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് അത് ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സൈലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. 2 വ്യക്തികൾക്കാണെങ്കിലും ആ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ വാട്ട് ഈസ് റോങ്, അല്ലെങ്കിൽ വാട്ട് ഈസ് റൈറ്റ്, ഫോർഗീവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനും ആ ഒരു ബ്രീത്തിങ് സ്പേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ചേസിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, അത് ഒഴിവാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം ഈ ഒരു നോ കോണ്ടാക്ട് തന്നെയാണ്. അപ്പോൾ അവരുമായിട്ടുള്ള കോണ്ടാക്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഇതൊരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമോ, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് അവരങ്ങ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടു പോകുന്നില്ല. പല ആളുകളുടെ ഈ ഒരു ഫിയർ ഇത് തന്നെയാണ്, ഞാൻ സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്നോട് മിണ്ടാതിരിക്കുമോ, അല്ലെങ്കിൽ പിന്നീട് എൻ്റെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുമോ എന്നുള്ളൊരു ഫിയർ ആണ്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവായ രീതിയിൽ ആ ഒരു എനർജി ഷിഫ്റ്റ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് പോസിബിൾ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്തേക്ക്, ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയത്തേക്ക് സൈലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം എന്ന് തന്നെ വിചാരിക്കുക, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് തക്കതായിട്ടുള്ള ഒരു റീസൺ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. ഒരു ക്വാളിറ്റി അവർക്ക് വിസിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നും ആ ഒരു പോസിറ്റീവായ രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ചേഞ്ചായി, നിങ്ങളൊരു ബെറ്റർ വേർഷനായി മാറിയിട്ടുണ്ട്, നിങ്ങളുടെ തന്നെ ഒരു ബെറ്റർ വേർഷനായി മാറിയിട്ടുണ്ട്, ഒരുപാട് നല്ല രീതിയിലുള്ള ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീല് അവർക്ക് ലഭിക്കണം. നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ നിന്നും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിസിബിൾ ആയിരിക്കും. സോ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് നിങ്ങളുടെ ലൈഫിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരു പേഴ്സണെ ഇംപ്രസ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ മസ്റ്റായിട്ട് തിരിച്ചു വരിക എന്ന രീതിയിൽ അവർക്ക് വേണ്ടി ആകരുത് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണ്ടിയായിരിക്കണം നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത്. നിങ്ങളുടെ ആവശ്യമാണ് ആ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ഹെൽത്തി വേയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആവശ്യമാണ്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അവിടെ ചേഞ്ച് ആവേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഗ്രോത്ത് ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് പുതിയ ഹാബിറ്റ്സ് ആയിരിക്കാം, സ്കില്ലായിരിക്കാം, എന്തെങ്കിലും ലേൺ ചെയ്യുന്നതായിരിക്കാം. ഇനി അതും അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലെ ബ്രേക്കപ്പിലേക്ക് നയിച്ച എന്തെങ്കിലും ബിഹേവിയറോ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തുക എന്നുള്ളത് കൂടി ഇതിൽ ഉൾപ്പെട്ടതാണ്. സോ എല്ലാ രീതിയിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയാതെ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ആൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യവും ഇത് തന്നെയാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഡിറ്റാച്ച് മൈൻഡ് സെറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതായത് ആ വ്യക്തി ഉണ്ടെങ്കിലേ ഞാൻ ഹാപ്പി ആകൂ, അല്ലെങ്കിൽ ആ വ്യക്തി ഇനി തിരിച്ചു വരില്ലേ, ഇങ്ങനെയുള്ള സെൽഫ് ഡൗട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒബ്സസ്ഡ് ആയിട്ടുള്ള ചിന്തകൾ എല്ലാം മാറ്റി വെക്കുക. പകരം നിങ്ങൾ നിങ്ങളിൽ ട്രസ്റ്റ് ചെയ്യുക.
സ്വയം നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്തുക. ആ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണോ മാത്രമല്ലല്ലോ നിങ്ങളുടെ ലൈഫ്. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി ശ്രദ്ധ കൊടുക്കുക. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ ഫാസ്റ്റൻ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. സോ ആ ഒരു പേഴ്സൺ ഉണ്ടെങ്കിലേ ഞാൻ ഹാപ്പി ആകൂ, അല്ലെങ്കിൽ ആ പേഴ്സൺ വരട്ടെ അപ്പോൾ ഹാപ്പി ആകാം, അങ്ങനെയുള്ള തോട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ചേഞ്ച് വരുത്തുക. പകരം നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് കണ്ടെത്തുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അവരെ ചേസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഫോളോ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്